സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെ ചെറുപ്പശ്ശേരിയിലെ നമ്മളെ അയ്യപ്പൻകാവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. 1000-ലേറെ വർഷത്തെ പഴക്കവും ആചാരവും ഐതിഹ്യങ്ങളും അടങ്ങിയിട്ടുള്ള ഈ അയ്യപ്പൻകാവ് അറിയപ്പെടുന്നത് മലബാറിലെ ശബരിമല എന്നാണ്. നമ്മളിപ്പോൾ എന്തായാലും അയ്യപ്പൻകാവിന്റെ അകത്തേക്ക് പോയിട്ടൊന്നും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാനിങ് ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പഴയ ബിൽഡിങ്ങിലൂടെ അകത്തേക്ക് വന്നപ്പോഴാണ് രസം. എന്താ വെച്ചാൽ അടിപൊളി ഒരു കൊളക്കടവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇനിയും ഉണ്ട് കേട്ടോ കൊളക്കടവ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ അതിലത്തെ ഒരു കൊളക്കടവിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊളക്കടവ് കാണാൻ എന്ത് രസമല്ലേ കാണാൻ. അപ്പോൾ എന്തായാലും എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും 1000-ലേറെ പഴക്കമുണ്ടെന്നാണ് കാരണവന്മാർ പറഞ്ഞ അറിവ്. മണ്ഡലകാലത്തൊക്കെ ഈ ഒരു കൊളക്കടവിൽ ഞാൻ കുറേ വന്നിട്ട് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല കേട്ടോ, മണ്ഡലകാലത്ത് വന്നു കഴിഞ്ഞാൽ വളരെയധികം തിരക്കനാണ് കേട്ടോ ഇവിടെ അനുഭവപ്പെടാറ്. അങ്ങനെ നമ്മൾ കൊളക്കടവിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ ഒരു കിണർ കണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി കിണറിനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിറച്ചും വെള്ളമുണ്ട്. അപ്പോൾ ക്യാമറയിൽ കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ നടന്നിട്ട് നമ്മൾ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു കുളവും ഈ ഒരു കൊളക്കടവും പരിസരത്തുള്ള കല്യാണ മണ്ഡപങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കുളത്തിലൊക്കെ വെള്ളം നല്ല ഗ്രീൻ കളറിലാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും മഴക്കാല സമയങ്ങളിലൊക്കെ ഈ ഒരു കുളത്തിൽ നിറച്ചും വെള്ളം ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിനെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മളെ പാർക്കിംഗ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ മണ്ഡലകാലത്തൊക്കെ നിറച്ചും വണ്ടികളായിട്ട് ഉണ്ടാവും. വണ്ടി നിർത്താനേ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു പാലമരവും ഈ ഒരു പ്രകൃതി കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിനെയാണ് കേട്ടോ. അപ്പോൾ സ്വാമിമാർ മാലയൊക്കെ ഊരി വെച്ചിരിക്കുകയാണ്. മലയ്ക്ക് പോയി വന്നിട്ട് മാല ഇവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുക തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു അയ്യപ്പൻകാവിനെ കുറിച്ചിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇനിയും അടിപൊളി നല്ല നല്ല വീഡിയോസായിട്ട് മുന്നോട്ടേക്ക് വരും. അടുത്ത നല്ലൊരു വീഡിയോ കാണായിരിക്കും. ഓക്കെ, ബൈ.